Audience. ഈ വടി കളയടാ നീ. വടി വേണം. നേരം വെളുത്ത ഒരേ ഒരു ചിന്തയേ ഉള്ളു. രാവിലെ എന്തുണ്ടാക്കും? പുട്ട്, ദോശ, ഇഡ്ഡലി. ഓ എനിക്കാണെങ്കിൽ ആ ഉപ്മാവ് ഉണ്ടാക്കണത് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്മാവ്. പക്ഷെ ഇതേ അത് ഈ ചെറുക്കം കഴിക്കുമായിരുന്നു. ക്ലീറ്റോ പറഞ്ഞിപ്പോ ഇവനും കഴിക്കൂല. നാണമില്ലേ ചേച്ചി? എന്നും ഉപ്പുമാവ്. എന്താ പിന്നെ നല്ല കപ്പലണ്ടിയൊക്കെ ഉണ്ടാക്കണം ഉപ്മാവ്. ഞാനില്ലേ ഇന്നലത്തെ കുറച്ച് പഴങ്കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി കാന്താരിയും സവോളയും കട്ടത്തൈരും ഒക്കെ ഇട്ടിട്ട് അമ്മ ഇട്ട അച്ചാറില്ലേ അതുമൊക്കെ ഇട്ട് ഇളക്കി അങ്ങ് കുടിക്കും. നീ എന്നെ കൊതിപ്പിക്കാൻ പറഞ്ഞല്ലേടി. ആ വേണമെങ്കിൽ അങ്ങോട്ട്. ഞാൻ എന്നാ കഞ്ഞി ഞാൻ കുടിക്കാം. ഇച്ചിരി എനിക്ക് തന്നാ മതി. ഇവന് റൊണാൾഡിന് ഇതിരിപ്പുണ്ട് ദോശമാവ് ഇരിപ്പുണ്ട്. അത് ചുട്ടു കൊടുക്കാം. ഇഷ്ടം രാവിലെ തന്നെ ഇവർക്ക് വീട്ടിലിരിക്കാൻ നേരമില്ല കേട്ടാ. കണ്ടണം നിരങ്ങി പരദൂഷണം പറഞ്ഞ് നടപ്പാ. ചേച്ചി ഇവരുടെ മോന്റെ ഭാര്യയല്ലേ? രണ്ടാമത്തെ ചെറുക്കന്റെ കല്യാണവും നടക്കണില്ല. മറ്റേത് ഡൈവോഴ്സ് ആവാൻ ജീവിക്കും. ചേച്ചിയോ പിന്നെ നമ്മുടെ കണ്ടത്തിപ്പറമ്പിലെ ഗീതയില്ലേ ഇതിന് വിടുവരെ പോവാ. അയ്യോ നിങ്ങളപ്പോ ഒന്നും പറഞ്ഞില്ലേ? എന്റെ ഈശ്വര നിങ്ങളൊക്കെ ഈ ലോകത്തൊന്നും അല്ലേ? ഞങ്ങളിപ്പോ അങ്ങനെ വിളിയും പറച്ചിലൊന്നും അല്ല. കല്യാണത്തിന് പോയിട്ട് വന്ന എന്ത് ചെറിയ ബന്ധം ഉണ്ടെന്നേ ഉള്ളൂ. എന്റെ ദൈവമേ അവിടെ നടന്ന കാര്യമൊക്കെ ഞാൻ പറയാം. അങ്ങോട്ട് വാ ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞല്ലേ? എന്റെ പൊന്നു കല്യാണം കഴിച്ചോണ്ട് പെണ്ണില്ലയോ? എന്റെ ദൈവമേ മേലെ നീ ഒന്നും ചെയ്യത്തില്ല. അവൾ ആഹാരവും കഴിക്കത്തില്ല. പാവേ പോലെ ഇങ്ങനെ മലന്ന് കട്ടിലേക്ക് കയറി അങ്ങ് കിടപ്പാ. ആഹാരം പോലെ ചെറുക്കൻ അവളെ അന്നാക്കി വെച്ച് കൊടുക്കണം. അവളെ അന്ന് കണ്ടപ്പോഴേ നമുക്ക് തോന്നി. ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ അപ്പന്റെ മോങ്ങാണ് കല്യാണം കഴിഞ്ഞ അധികം ആയില്ല. അധികം ആകുന്ന എന്തിനാ? ഗീത ഉണ്ടല്ലോ, ഗീത എന്തോരം ബഹളമായിരുന്നു രാത്രി. പെണ്ണ് എന്തോരം നിലവിളിയായിരുന്നു. അടുത്ത വീട്ടുകാരൊക്കെ ഓടിക്കൂടിയെന്നാ പറയുന്നേ. ഗീത ചേച്ചിയുടെ 10 താന്നിട്ടുണ്ട്. എന്റെ പൊന്നെ ചേച്ചി കല്യാണം എന്ത് കല്യാണം. ഇവർക്ക് അതിന് മാത്രമുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ ഭയങ്കര വലിയ പണക്കാരിനെ കെട്ടിന്നും പറഞ്ഞിട്ടാ. ഞങ്ങള് ഫോട്ടോ എടുക്കാൻ പോലും നിന്നില്ല. നന്നായി കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം അവളെ സ്വർണ്ണമല്ല ഒരു താടി അല്ലെങ്കിൽ സ്വർണത്തിന് വേണ്ടിട്ട് ആ പെണ്ണിനെ കിട്ടിയത്. അല്ലാതെ ആ ചെറുക്കിന് സ്നേഹം ഉണ്ടായിട്ടൊന്നും. ഇവര് കുറച്ച് പോരെടുക്കാൻ നോക്കിയതാ. കളിച്ചത് വേറെ പെണ്ണോടാ. പൊന്നേ ഇന്നലെ വീട്ടിലെ ബഹളമെല്ലാം കൂടെ കേട്ട് അതിന് വല്ല ഒട്ടുണ്ടോ? തലക്ക് മെന്റലായിട്ടില്ലേ സ്വർണ്ണമൊക്കെ വാരി കൊടുത്തി പെണ്ണിനെ തലക്ക് വെച്ച് കൊടുത്തത്. പക്ഷെ പെണ്ണും അറിയുന്നില്ലല്ലോ. ഇതിനൊരു നല്ല പണിയില്ല. ഈ ഗീതയുടെ മോനെ കുഴപ്പമുണ്ടാവും. ഇപ്പൊ വായനോട്ടം തെക്കും വടക്കും വായി നോക്കും അവന്റെ ജോലി. ഈ കാശെല്ലാം കണ്ടോണ്ടാണ് ഈ മെന്റലായ പെണ്ണിനെ കൊണ്ട്. പക്ഷെ വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് നമുക്ക് മെന്റലാന്ന്. അതുവരെ ആരും അറിഞ്ഞില്ല. ഭയങ്കര ഗീതയുടെ തലക്കടിച്ചെന്നൊക്കെയാ പറയുന്നത് അവൾ ഇന്നലെ. എന്തിനും പറ്റിയാവോ? എന്തെങ്കിലും പറ്റോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയില്ല ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഞാൻ പോയിട്ട് വരട്ടെ. ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോവാണോ? ഞാൻ പോയിട്ട് വരാം. അയ്യോ ഞങ്ങൾക്ക് ഇതിനെ അറിയാനൊരു വഴിയില്ല. ഞാൻ അറിഞ്ഞപ്പോ പോവായിരിക്കുന്നത് ശരിയല്ലല്ലോ. ചേച്ചി ഞങ്ങൾ എങ്ങനെ അറിയൂനി? ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞില്ല. വരണേ ചേച്ചി, കാരണം ഞങ്ങൾ എവിടെ അവിടെ ഇവിടെ ഒന്നും പോയി ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ന്യൂസ് ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ അവിടെ എവിടെയൊന്നും പോകണ്ട. ന്യൂസ് കിട്ടാൻ ഞാനുണ്ടല്ലോ. ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. നിങ്ങൾ അവിടെ പോകണ്ട. ഞാൻ ഇരിക്കല്ലേ. വരും, ഉറപ്പായിട്ടും വരും. വരണം, അല്ലെങ്കിൽ ഞാൻ വിളിക്കും കേട്ടോ. എന്റെ പൊന്നു മോളെ നീ വിളിക്കൊന്നും വേണ്ട. ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. ഓക്കെ. എന്റെ ദൈവമേ, നമ്മള് ചേച്ചി എല്ലാം മൂടി വെച്ചേക്കാ. ആര് നാണക്കേട് കാരണം. ഇപ്പൊ വേറെ വല്ലരും ആണെങ്കിലും എത്ര മൂടി വെച്ചാലും അറിയുമെന്ന് നമ്മളറിയും. ചേച്ചി കൊച്ചെന്തേ? നമ്മളിങ്ങോട്ട് തിരിച്ചു വന്നാ ബെസ്റ്റ്. അവൻ വീട്ടിലോട്ട് പോയായിരിക്കും. അല്ല അവര് പോയിട്ട് ഇതുവരെയും കണ്ടില്ലല്ലോ. നീ അതിന്റെ മണ്ടേന്ന് പറഞ്ഞ വീഴല്ലേ. അവര് എവിടെ പോയിരിക്കുന്ന കൊച്ചിവിടത്തി മക്കൾ വന്നായിരുന്ന മാറോക്കളെ പോണോ? അല്ല നിങ്ങൾ രണ്ടും കൂടെ എപ്പോ പോയതാ? എവിടെയെങ്കിലും പോയ സമയത്ത് വരണ്ടേ? നിങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലും വച്ചുണ്ടാക്കി കൊടുക്കുമായിരുന്നു. അവിടെ നിവേദ്യമായിരുന്നു. അത് കഴിയാതെ ഇറങ്ങാൻ പറ്റുമോ? നിവേദ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന തക്കുട് വന്ന് പറഞ്ഞു എന്റെ അടുത്ത്. പോണ അവിടുന്ന്. അല്ല ഏട്ടനൊന്ന് പോണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അവനൊന്നും ഉണ്ടാക്കി കുടിക്കും തിന്നിയൊന്നും വേണ്ടേ?
അല്ല ഒരു 5 മിനിറ്റ് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം. വേണ്ടതേ. എവിടെയെങ്കിലും പോയാലേ സമയത്ത് വരണം, ഇല്ലെങ്കിൽ ആണുങ്ങളുടെ കാര്യം നോക്കിയിട്ട് പോകണം. അറിയാമോ? ദോശമാവിരിക്കണം, ഞാൻ നല്ല പരത്തി നല്ല ഒച്ച ഉണ്ടാക്കണ ദോശ ഉണ്ടാക്കി തരാം. നീ ഒച്ച ഉണ്ടാക്കണ പരത്തിയൊക്കെ ദോശയൊക്കെ ആ തമിഴ്നാട്ടിൽ പോയില്ലേ അമ്മേ? വെള്ളം വെള്ളിട്ട് പോയില്ലേ? അവനുണ്ടായി കൊടുത്താൽ മതി. 2 മിനിറ്റ് ഏട്ടാ, പെട്ടെന്ന്. സമയമില്ലെന്ന്. പാവം എന്റെ ചെറുക്കൻ ഒന്നും കഴിക്കാതാ പോകുന്നത്. ഇത് കഷ്ടം ഇതൊക്കെ. അമ്മ എന്നോട് പോവണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നായിരുന്നു പോകുന്നു അത് പറഞ്ഞിരുന്നെങ്കിൽ. തന്നെയല്ല, ഇങ്ങനെ കിടന്ന് കരയാൻ എന്താ? 5 വയസ്സുള്ള കൊച്ചൊന്നും അല്ല, 50 വയസ്സുള്ള ഒരു ചെറുക്കനാണ്. ചേട്ടാ, ആ, അവന് കടയിൽ നിന്നാണെങ്കിലും കഴിക്കാം. നീ ആവശ്യമില്ലാത്തൊന്നും പറയരുതേ, മറ്റുള്ളവരുടെ സ്വഭാവം കണ്ട് പഠിക്കരുതേ. ആ നീ ഒന്നങ്ങ് വന്നേ. ചെറുക്കനെല്ലാം ചെയ്യണം, പിന്നെയാണ് എന്റെ വിധം മാറുന്നത്. അമ്മേ എന്തുണ്ടാക്കണം? എനിക്ക് ഇനിയൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞു പട്ടിണിയായിട്ടാ പോയിരിക്കുന്നത്. എടാ, ഞങ്ങളുമൊക്കെ ജീവിച്ചതാ. തോന്നിയാസം നടന്നാലേ വിവരം അറിയും. എന്ത് തോന്നിയ സമയം ഞാൻ കാണിച്ചത്? ഞാൻ എപ്പോഴാണ് ഇവിടുന്ന് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഏട്ടനൊന്നും വെക്കാതെ പോയിരിക്കുന്നത്? അല്ല തന്നെ ഞാൻ എപ്പോഴാണ് എവിടെ പോയാലും താമസിച്ച് വന്നിട്ടുള്ളത്? ഇന്ന് ഇച്ചിരി താമസിച്ചു, അത് സത്യമാണ്. അത് ചേച്ചിയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ്. ചേച്ചി അവിടെ ചേച്ചിയുടെ കൂട്ടുകാരിനെ കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിന്നു, അതുകൊണ്ടാ താമസിച്ചത്. അവളവിടെ നിൽക്കുന്നതേ അവനിവിടെ ഇല്ലാത്തത് കൊണ്ടാ. അല്ല, നീ ഇങ്ങോട്ട് പോകുന്നല്ല, അപ്പൊ പിന്നെ നീ ഇങ്ങ് പോരണമായിരുന്നു. അവളവിടെ നിന്ന് അപ്പൊ അവളും കൂടെ വരുമായിരുന്നു. 3 പേരും കൂടെ ഒന്നിച്ച് പോയിട്ട് ഞാൻ ഒറ്റക്ക് തിരിച്ചു പോരണ? പിന്നെ അമ്മ എപ്പോഴും മകളെ ന്യായീകരിച്ചോണ്ടിരിക്കും, മരുമോള് പുറത്ത്. അത് എവിടുത്തെ ന്യായമാണ്? എന്റെ പൊന്നെ, ഞാൻ ആരെയും ന്യായീകരിച്ചതൊന്നുമില്ല, ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവനൊരിത്തിരി പിടിപ്പേട് ഉണ്ടെങ്കിലേ അവളുടെ സാമർത്ഥ്യം കൊണ്ടാ ഈ കുടുംബം മുമ്പോട്ട് പോകണത്, അറിയാമോ? പിടിപ്പേടില്ലാത്തോണ്ട് കൂടെ ഒളിച്ചോടി പോകാൻ രാത്രി. എന്താന്ന് പറഞ്ഞത്? എന്തുണ്ടാക്കണോന്ന് ചോദിച്ചതാണ് ദൈവം. ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്നൊന്നും വേണ്ടെന്ന്, എന്റെ കുഞ്ഞു പട്ടിണിയാ. അമ്മയുടെ കുഞ്ഞ് പട്ടിണി കിടക്കത്തൊന്നുമില്ല, വിശക്കുമ്പോ പുറത്തുനിന്ന് കഴിച്ചു. എന്താന്ന് പറഞ്ഞത്? അവനെ വളർത്തിയത് ഞാനാണ്, അറിയാമോ? പുറത്ത് ഞാൻ അങ്ങനെ അല്ലല്ലോ അവനെ വളർത്തിയത്. കണ്ട കണ്ട അവരുടെ ദേഷ്യം. എന്റെ ദൈവമേ, ഞാൻ എന്തെല്ലാം കണ്ടാലും കേട്ടാലും സഹിക്കണം. അമ്മ, ഇത് ഞാൻ ഇവിടെ വെച്ചതാണ്, അപ്പോഴത്തേക്ക് താഴെ വീണ് പോയതാണ്. വീണ് പോയതാണ്, മതി. അത് ശരി, അപ്പൊ അവളുടെ വീട്ടിൽ വഴക്കുണ്ടായല്ലേ? അതല്ലേ ഞങ്ങള് വഴിയിൽ നിന്ന് സംസാരിച്ചോണ്ടിരുന്നു, അങ്ങനെയല്ലേ വരാൻ വൈകിയത്. ഭയങ്കര വഴക്കായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ആ ചെറുക്കൻ മഹാഹങ്കാരിയാണ്, മഹാഹങ്കാരി. ചെറുക്കന്റെ കാര്യം പോട്ടെ അമ്മേ, ആ പെണ്ണോ? അയ്യോ, അവളുടെ മുഖം കണ്ടാലറിയാം അവള് വായാടിയാന്ന്. ഒരാളെ നോക്കി ചിരിക്കുവോ? മൂത്തവരെ ബഹുമാനം ഉണ്ടാ? അഹങ്കാരം പിടിച്ച പെണ്ണ്. എനിക്ക് ആ കല്യാണത്തിന് അന്നേ പോകാൻ താല്പര്യം ഉണ്ടായില്ല. അമ്മയ്ക്കും അവന് വരുന്ന നിർബന്ധം, വഴക്ക് വെച്ചോണ്ടിരിക്കണ്ടെന്നും പറഞ്ഞു. എന്താ ശരിക്കും നമ്മള് വഴക്കുണ്ടാവാൻ കാര്യം? എടി, നിന്റെ അച്ഛൻ മരിച്ചിട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ല. നീ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരടുത്ത് മൊത്തം പറഞ്ഞുണ്ടാക്കിയവളാ. ഇപ്പൊ എന്തുണ്ടായി? വഴക്കുണ്ടായ? അത് അങ്ങനെ വരൂ. മാവ് തീർന്നു, ദോശ വേണ്ടി വരുമോ? മാവ് തീർന്നു, ഇനി ദോശ വേണ്ടി വരുമോ? ഇല്ല, എനിക്ക് ഇനി വേണം. എന്നാ പിന്നെ അവിടെ ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ട് ഗോതമ്പിന്റെ. അതേ ഉള്ളോ? അനിമാവില്ലേ? അത് തീർന്നു. എനിക്കും വേണോ ഒന്ന്? നിനക്കും വേണോ ദോശ? നീ കഴിച്ചതല്ലേ? കഴിക്കേണ്ട പ്രായമല്ലേ? അവിടെ ഒന്നും നിരത്തിയിടല്ലേ. അങ്ങനെ അതൊക്കെയായിരുന്നു. എന്നിട്ട് അവളെ എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അവര്, ഗീത. ചില്ലറയാണ് പറഞ്ഞുണ്ടാക്കിയത്. അത് അനുഭവിക്കുമെന്ന് ഞാൻ അന്നേ വിചാരിച്ച്. അതിന്റെ ഫലമാണിത്. അങ്ങനെ വരും. ശരിക്കും പറഞ്ഞാൽ നമ്മള് ചെന്നൊന്നും വിശേഷം തിരക്കേണ്ടതാ. ഓമന ചേച്ചി പോയിട്ടുണ്ടല്ലോ, തിരിച്ചു വരുമ്പോ അറിയാം. അപ്പൊ അറിയാലോ നമുക്ക് എന്ത് വേണമെന്നുള്ളത്. വരട്ടെ. പണ്ടൊക്കെ ദൈവം പിന്നെ ആഹാ, കൊള്ളാം. അമ്മയും മോളും ഒറ്റക്കിട്ട്, ഞാൻ പട്ടിണി. എത്ര ദോശ വേണമെന്ന് പറഞ്ഞു? മാവ് ഇഷ്ടം പൊള്ളിപ്പോണ്ടു. തലമണോടെ എനിക്ക് വേണ്ട, മണി 11 11 ആയാലെന്താ? നീ ഇരുന്ന് കഴിച്ചേ. അമ്മ അന്നേരത്തെ വാശിക്ക് എന്തോ പറഞ്ഞതാ. അവിടെ നിന്ന് കഴിക്കടി. ഇനി വൈകുന്നേരത്ത് അവൻ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്ന് പറഞ്ഞ കാര്യം കേട്ടപ്പോ തന്നെ അമ്മയ്ക്ക് ഉത്സാഹമായി അല്ലേ? ശരിയല്ലേ? ഞാൻ ഓർക്കണേ,
ആ ഓമൻ ചേച്ചി പോയിട്ട് വന്നിട്ടില്ലല്ലോ, നമുക്കൊന്ന് വിളിച്ചാരാ? വിളിച്ചാലോ? വിളിയടി, ബാക്കി കാര്യം കൂടെ അറിയാലോ നമുക്ക്. ഓ എന്റെ അമ്മോ, എന്തൊരു interest. നമ്മളോട് അങ്ങനെയൊക്കെയാണ് കാണിച്ചത് അവളൊക്കെ കൂടെ. വന്ന് ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട് വരാൻ പറ. അമ്മ അവിടെ ഇരുന്നോ, കഴിച്ചോ. അമ്മ ഇവിടെ ഇരുന്നോ, ചേച്ചി ഞാൻ വന്നതിന് വിളിച്ചോണ്ട് വരാം. താമസിച്ചത്. അയ്യോ, എവിടെ ആരും രണ്ടു ദേ വന്നേ ചേച്ചി. എന്റെ പൊന്നെ, ഇത് എവിടെയായിരുന്നു? ഓ എന്റെ പൊന്നെ, എന്താ പോയ കാര്യം? എന്തോ പറയാൻ എന്റെ പൊന്നു കുഞ്ഞേ. നിങ്ങൾ എന്നോട് സംസാരിച്ച് അങ്ങോട്ട് പോയില്ലയോ? ആ സമയത്ത് തന്നെ ആ മുല്ലശ്ശേരിയിലെ മായ എന്റെ തലയ്ക്ക് വന്ന് വീണ്. എന്റെ പൊന്നു മോളെ എന്നോട് പറയാ, അവിടെ മോന് ഒരു കല്യാണാലോചന, ഒരു പെണ്ണിനെ നീ എവിടെങ്കിലും കണ്ടുപിടിച്ച് താടിയെന്ന്. ചെറുക്കൻ എത്ര വയസ്സുണ്ടെന്നറിയോ? 33 വയസ്സ്. പോരാത്തന് ചൊവ്വാദോഷക്കാരൻ. എവിടുന്ന് പെണ്ണ് കിട്ടാനാ? ഇപ്പൊ ഇങ്ങോട്ട് മുട്ടേന്ന് മുളയ്ക്കുന്നതിന് ഇപ്പൊ ഉള്ള പെമ്പിള്ളാരുടെ ചെറുക്കന്മാരെ സെലക്ട് ചെയ്ത് അങ്ങ് വെക്കുമല്ലയോ? ഈ നാട്ടിനൊക്കെ വല്ല പ്രേമിച്ചെങ്കിലും കല്യാണം കഴിച്ചുകൂടാണ്. ഇവന് എവിടെ പോയിരുന്നു ആർക്കറിയാം? അങ്ങനെ പോലും ഇല്ല. ചേച്ചി അവിടെ പോയില്ലേ? എവിടെ? ഗീത ചേച്ചിയുടെ അടുത്ത് പോയില്ലേ? എന്റെ പൊന്നു കുഞ്ഞ്, അത് തന്നെ ഞാൻ പറയാൻ വരുന്നത്. അങ്ങോട്ട് പോകാൻ നിന്നപ്പോഴല്ലേ ഇവിടെ എന്റെ തലയ്ക്ക് വന്ന് വീണത്. അത് പോട്ടെ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, വിശന്നിട്ട് മേൽ വല്ല എന്തെങ്കിലും കിട്ടുമോ? ദോശ കഴിക്കാം. ദോശയോ എന്തരോ എന്റെ പൊന്നോ, എന്റെ ദൈവമേ. ഇരിക്കേ. എടാ, നിന്റെ അമ്മ ഉണ്ടാക്കുന്ന പേപ്പർ ദോശ അല്ല, ഇതാണ് ഒറിജിനൽ പേപ്പർ ദോശ. പേപ്പറിന് കട്ടിയുള്ളൂ, പേപ്പറിന് പോലും ഇത്ര കട്ടിയില്ല. ഇതങ്ങ് പഞ്ചാബി ധാബകളിൽ മാത്രം കിട്ടുവരുന്ന. എന്ത് ചേച്ചിയേ, ഏത് ചേച്ചി? ഓമൻ ചേച്ചി, ഇപ്പൊ തരാവേ. ഇരിക്കേ. അല്ല, ഇതെടുത്തോണ്ട് പോയി. തങ്കം, ഓ എനിക്ക് 2 ദോശ മതി കേട്ടോ. ആ, 2 ഉള്ളൂ. ഇതെടുത്തോണ്ട് പോയി. ഞാൻ ചേച്ചി പെട്ടെന്ന് കൊണ്ടുപോയി ചേച്ചി. എടുക്കുക. വേറെ കാര്യമേ, ചിക്കൻ കറിയോ മട്ടനോ ആയിക്കോട്ടെന്നോ? അവരാ ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ല, ലില്ലി ഒന്നും കഴിച്ചിട്ടില്ല. ലില്ലിക്ക് കഴിച്ചിട്ടുണ്ടാവും, അവർക്ക് കൊടുക്കപ്പത്. നീ 2 ഉണ്ടാക്കിയാ പോരെ? 2 ഉണ്ടാക്കി ഇന്നെന്താ ഭയങ്കര ധൃതി? വിശക്കണ എന്താ? ഇപ്പൊ ഇതൊരെണ്ണം ഉണ്ട്, ഇതൊരെണ്ണം ഉണ്ടാക്കി ഒരെണ്ണം കൂടി ഉണ്ടാക്കി കഴിച്ചിട്ട് അപ്പൊ ഉച്ചയ്ക്ക് പതുക്കെ കഴിച്ചാൽ പോരെ? ഒരു 3 മണിയാകുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി. കൊതുകിരിക്കുന്നുണ്ട് അത് ഇവിടെ. ഒരു പേര് തട്ടുകിടക്കാനാക്കിയിട്ട് തട്ടുകിടക്കാരനാക്കണ എന്നാ? എനിക്കൊന്ന് വേണം. ഞാൻ സ്റ്റാൻഡിന്റെ അടുത്ത് തട്ടട നടത്തുന്നോ? നിനക്കിന്ന് ഭയങ്കര വിശപ്പാന്നല്ലോ. നീ നേരത്തെ 2 കഴിച്ചല്ലേ? എന്തോന്ന്? ഇതെനിക്ക് ഇത് വെളി കൊടുക്കാനില്ല. ഇതെനിക്ക് വേണം. ഞാൻ ഇന്നലെ പോവൂലേ? ഞാൻ ഇന്നലെ പോവും. നാളെ വിട്ടിരുന്നോ? പറ, എന്താ വൈകിയെന്ന്? ഒന്ന് അടങ്ങ, ഇച്ചിരി വല്ല ഒന്ന് കഴിക്കട്ടോ. നല്ല വിശപ്പുണ്ടോന്ന്? ആ കണ്ടം വഴിയും വെയിലും കൊണ്ട് നടന്ന് ആ കണ്ടത്തിപ്പറമ്പിലെ വീട്ടുപേര് പോലും എന്റെ വായിലിരിക്കുന്നില്ല. കണ്ടത്തിപ്പറമ്പിലെ വീട്ടിൽ ചെന്നപ്പോ അയ്യോ ഒന്നും പറയണ്ട. എന്ത് പറയാനാ? പറയാമേ. ആരൊക്കെ ഉണ്ടായിരുന്നു? ആരൊക്കെ വെച്ചാൽ ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഇവിടെ ആരൊക്കെ വന്നു. അതൊക്കെ എന്തോ അമ്മാവന്, അതൊരു അമ്മാവന്, പിന്നെ അവര് അനന്തിരന്, ഒരു മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരാള്, മുകുന്ദൻ ചേട്ടൻ. അയ്യോ, കറിയെല്ലാം ചേച്ചി സാരമില്ല. കൊല്ലത്തുള്ളതല്ലേ? കൊല്ലത്തുള്ള മുകുന്ദൻ ചേട്ടൻ ഇല്ലേ, മുകുന്ദൻ. അയ്യോ, എന്തെങ്കിലും ദേഷ്യം തലക്കടിക്കുന്ന മനുഷ്യൻ, ഭയങ്കര ദേഷ്യക്കാരനാണ് അയാള്. അയാളും ഉണ്ട്, ആങ്ങളച്ചെറുക്കനുണ്ടല്ലോ, അതുണ്ടായിരുന്നു. ആങ്ങളച്ചെറുക്കനും ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കുറെ നേരം അവിടെ നിന്ന് ഭയങ്കര സംസാരം. വേറൊരാളുണ്ടല്ലോ മറ്റേ അമ്പലത്തിന്റെ അവിടെ കച്ചവടം ചെയ്യുന്ന അയാളുണ്ടായിരുന്നോ? നല്ല പൊക്കമുള്ളത്. അയാളും തെക്കേ വശത്ത് നമ്മളെ വളയൊക്കെ പഠിക്കാൻ നമ്മളെ കടയിൽ, അതിന് തൊട്ടപ്പുറത്ത് ഒരു വടയും ദോശ കിട്ടുന്ന കട, ആ കടയുടെ ബാക്ക് സൈഡിൽ അയാളുണ്ടായിരുന്നോ? കൊറേ പേരുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ വന്നിരുന്ന് ഭയങ്കര സംസാരം. ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഒരു പച്ചവെള്ളം പോലും അവർ തന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഇടിങ്ങോട്ടാ, അങ്ങനെ ഇരുന്ന സമയത്ത് കൊറേ നേരം കഴിഞ്ഞപ്പോ അവിടെ എന്തേരം നടന്നെന്നാ വിചാരം നിങ്ങള്? എന്താ നടന്ന് ചോദിക്കാൻ? നല്ല വഴക്കായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇരുന്നപ്പോ കുഴപ്പമില്ല, ഭയങ്കര കളിയും ചിരിയും എല്ലാരും കൂടെ. ഓ, എല്ലാരും കൂടെ ഭയങ്കര കളിയും ചിരിയും, ഭയങ്കര തമാശ, സ്നേഹം. ചിരിയും കളിയോ? ഭയങ്കര ചിരിയും കളി എല്ലാം കൂടെ. പിന്നെ അവള് കുഞ്ഞല്ലേ, പിന്നെ കൊച്ചു പ്രായത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊന്നും സാരമില്ല. പിന്നെ നമുക്കൊരു പറഞ്ഞതിനെക്കാട്ടി ഒരു 10-50 പവൻ കൂടുതലും പിന്നെ 1 ഏക്കർ പറമ്പും അങ്ങനെയൊക്കെ കൂട്ടി അങ്ങ് തന്നേക്കാവുന്നു. അപ്പൊ അവരതങ്ങ് പോട്ടെ, സാരമില്ല, കൊച്ചു പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഒത്തൊരുമയിലായി. ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. ഇതൊക്കെയാ സംഭവിച്ചത്.
എന്നാലും എന്റെ പൊന്നേച്ചി ഒന്നും സംഭവിച്ചില്ല ചേച്ചി. സംഭവിക്കണമായിരുന്നു അല്ലേ? അതാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, പിന്നെ നമ്മളങ്ങനെ സംഭവിക്കൂന്നാണല്ലോ വിചാരിച്ചത്. കാശ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല, എല്ലാം അതിലങ്ങ് മറന്നു. ചേട്ടാ അല്ലാതെ കൊച്ചിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞിട്ടില്ല, അവള് പഠിക്കാൻ പോയിട്ടല്ലേ ഉള്ളു. ഇങ്ങോട്ടൊന്നും വരാറില്ലേ? ഇടയ്ക്കങ്ങ് വരത്തില്ലേ? വല്ലപ്പോഴല്ലേ വരുള്ളൂ. ആ അല്ല എന്താ ക്ലീറ്റോ അവിടെ പോയി? ക്ലീറ്റോ തമിഴ്നാട്ടിൽ പോയി. അവിടെ എന്തോ? അവിടെ ബിസിനസ്. ബിസിനസ്സോ? അവിടുത്തെ പാർട്ടിയിലൊക്കെ അല്ലയോ ആള്? പാർട്ടി ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. ഞാൻ പോട്ടെ, ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ചേച്ചി. കുറെ പണി കിടക്കാണ്, 12:30 മണിയായില്ലേ. അല്ല തങ്ക അവിടെ നിന്നേ, ഒരു കാര്യം ചേട്ടാ അവിടെ നിൽക്കേ. അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം, ഈ ക്ലീറ്റോ കുറേ നാളല്ലേ ഈ പാർട്ടി എന്നും പറഞ്ഞു ഈ പാർട്ടി എന്ന് പറഞ്ഞു വാലും ചുറ്റും നടക്കാൻ തുടങ്ങിയിട്ട് ഈ പാർട്ടിയൊക്കെ ഒന്ന് മാറാൻ പറ. ചേച്ചിക്ക് വല്ല കുഴപ്പമുണ്ടോ? വരട്ടെ, വന്നിട്ട് കനകനോടെ പോയി. കനകന് പേര് സ്റ്റേഷനില്ല, പൂജപ്പുര. അവിടെ ഇതുവരെ സ്ഥലം മാറ്റൊന്നും ആയില്ലയോ? ഇല്ല. ആ ചേച്ചിക്ക് ഇനി ചെന്നിട്ട് കഞ്ഞിക്കറിയൊക്കെ വെക്കണ്ടേ ഇപ്പോ? ഞാൻ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇനി കഞ്ഞിയും കറിയും ചിലപ്പോൾ ഇവിടുന്ന് കഴിക്കും, അല്ലെ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കും, അല്ലെ തട്ടുകടയിൽ ദോശ കഴിക്കും. അത്രയല്ലേ ഉള്ളൂ കാര്യം, അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. പണിയുണ്ടെന്ന് ചെല്ലട്ടെ. അപ്പൊ അല്ല അമ്മേ നീ ഒന്ന് പോ, ഞാനൊന്ന് കിടക്കട്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എല്ലാം അവളും അങ്ങ് മുങ്ങി. ഇനി എന്റെ പുറകെ ആ കാര്യങ്ങളൊക്കെ അറിയാം. അന്നേരം നിന്നിരുന്നെങ്കിൽ ഉച്ചക്കും കൂടെ കഴിച്ചു കേട്ടോ. ഒരു വല്ലാത്ത സംശയം പറഞ്ഞു വിട്ടാലും പോവില്ല. രാവിലെ ആകുമ്പോ ഇറങ്ങും ഓരോ വീട്ടില്. ചില കിടന്ന് ഉറങ്ങായിരുന്നല്ലേ. അയ്യോ നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അല്ല നീ എന്താ ഇപ്പോ? നീ വരൂ വരൂ. ഉച്ചക്കത്തെ സമയം കിട്ടി, രാവിലെ ഒന്നും കഴിക്കാൻ പോയല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകരുത്. നീ വൈകിട്ടേ വരത്തുള്ളെന്ന് പറഞ്ഞല്ലേ പോയത്? ഏട്ടൻ രാവിലെ പറഞ്ഞില്ലേ ഉച്ചക്ക് വരത്തില്ല, വൈകിട്ടേ വരത്തുള്ളൂ. എന്ത് കഴിക്കാനൊന്നും ഇല്ല ഇവിടെ? അല്ല അത് പിന്നെ കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോകണം. അല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ പോയി ചിലപ്പം ചോറ് വയ്ക്ക്. അത് എന്താന്നറിയാവോ? വീണ്ടും വരുന്നൊരു തലവേദന. പിന്നെ ചേച്ചിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഏട്ടാ. അപ്പൊ ഞാൻ പിന്നെ വിക്സ് ഇട്ട് കൊടുക്കുമായിരുന്നു. വിക്സ് ഇട്ട് തിരുമ്മി തന്ന് പിന്നെ ഇതാക്കി. അതുകൊണ്ട് അവക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഭക്ഷണം ശുദ്ധ നുണയാ, ഒരു തലവേദന ഇല്ലായിരുന്നു. ആ ഏഷണി പറയുന്ന ഓമന ചേച്ചി ഇവിടെ വന്നിട്ട് നാട്ടിലെ കണ്ടത്തിപ്പറമ്പിലെ ചർച്ചയായിരുന്നു ഇത്ര നേരം. നുണ പറഞ്ഞാൽ പെണ്ണുമ്പോൾ എന്തോരം ദോശ ചെയ്തെന്നറിയോ? ഞാൻ ചുട്ട ദോശ തീർന്ന് കലയ്ക്ക് മാവ് തീർന്നു. തലവേദന അല്ല പെട്ടെന്ന് ചോറ് വയ്ക്കാം, കുക്കറിൽ വെക്കാം. അതേ ലില്ലി, ഞാൻ പോയ കുറച്ചൊരു സംഭവം ഉണ്ടായി. ആ Aliens